ഹലോ. കണ്ടില്ലേ, ഓളവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടാണ് കേട്ടോ.
വിചാരിച്ച പോലെ ആയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പറക്കുമ്പോഴത്തേന് തന്നെ നെയ്ച്ചോറ് വെക്കാമെന്ന് ആദ്യം തന്നെ കരുതിയതാണ്. കാരണം മക്കൾക്കും നെയ്ച്ചോറിന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ മീൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചിക്കനായിരുന്നു കൊടുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറി വെച്ചുകൊണ്ട് നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടികൾ രാത്രിയല്ല ഉണ്ടാകും, അപ്പോൾ ഉച്ചക്ക് സ്കൂളിലല്ലേ. അപ്പോൾ ഈ വൈകുന്നേരമാണ് ഉണ്ടാക്കിയാൽ നമ്മൾ നോമ്പറന്നതിൻ്റെ ശേഷം പിന്നെ എല്ലാവർക്കും കൂടിയാണ് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇക്കാണെങ്കിലൊന്ന് പുറത്തുനിന്ന് തിന്ന കാരണം പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തോട് എനിക്കൊരാൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ പോയി തിന്നതാണ്. ഇന്ന് ഡീസല്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല നേരം വൈകുന്നതിനും ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് നേരം കഴിക്കണം. അപ്പോൾ പറയാം എന്നോട് ഇനിയൊന്നും ഉണ്ടാക്കണ്ടെന്ന്. കാരണം ഒന്ന് പുറത്തത്തെ ഒരേ പണിക്ക് നിന്നിട്ട് നോമ്പുമല്ല, പിന്നെ പുറത്തത്തെ ഒരേ പണിക്ക് നിന്നിട്ട് പുറത്തത്തെ നിൽക്കാതിരിക്കാൻ വയ്യ. കാരണം എന്നും ഇപ്പോൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മുറ്റടിക്കാനും അതുപോലെ ഓലക്കൊടിയൊക്കെ ഒന്ന് വെട്ടിയിടിയാണ്ടായിരുന്നു, ചെടി നനക്കാനും അങ്ങനത്തെ ഒക്കെ ഓരോ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പം ഞാൻ സവാള ഒന്നും അരിഞ്ഞെടുത്തിക്കണ്. പിന്നെ അതുപോലെ കുക്കറിലിട്ട് കണ്ടാണ് കോഴി ഉണ്ടാക്കണത്. അപ്പോൾ ഉണ്ടാക്കാണ് ഞാൻ സവാള വാട്ടിയെടുത്തിക്കണ്. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടതും പച്ചമുളകും ഇട്ട് ആദ്യം ഇട്ട് കൊടുത്തത്. അന്ന് വാട്ടി വരുമ്പോഴാണ് സവാള ഇട്ട് കൊടുത്തത്. സവാള ഒന്ന് അതിൻ്റെ വന്നപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിക്കണം, 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ പച്ചമണം മാറോളം നമുക്ക് ആ വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ ഇടുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കട്ടെ. തക്കാളി വലിയ തക്കാളിയാണ് 2 എടുത്തിക്കണ്, ചെറുതാണെങ്കിൽ ഒരു 4 ഒക്കെ എടുക്കട്ടെ. അപ്പോൾ കറിക്ക് നല്ലൊരു രുചിക്കും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉരുളങ്കിഴങ്ങാണ് ഇട്ട് കൊടുക്കണം, വലിയ ഉരുളങ്കിഴങ്ങ് ചെയ്യുന്നിട്ട്. അപ്പോൾ ഞാൻ 1 എടുത്ത് വെച്ചിട്ട് 1 എടുത്തിട്ടുള്ളൂ. കാരണം ഈ ഉരുളങ്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് കറി ഒന്ന് കട്ടി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഉരുളങ്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളങ്കിഴങ്ങും തക്കാളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിടുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ആദ്യം സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തുകാണ്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് മൂടിയിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ നമുക്ക് ഇവിടെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഉരുളങ്കിഴങ്ങും കൂടി ചേർത്താലാണ് കറി നല്ലൊരു കട്ടി ഉണ്ടാവും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉരുളങ്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നല്ലൊരു രുചിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ പറയാൻ മറന്നതാണ്, അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇപ്പോൾ കയ്യിലില്ല, തീർന്ന കാരണമാണ്. അല്ലെങ്കിൽ ചിക്കൻ മസാല ഞാൻ 1 ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും ഒക്കെ ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലില്ലാത്ത കാരണമാണ്. പിന്നെ ഞാനിത് അരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമായിട്ട് എടുത്തിക്കണ്. അപ്പോൾ ആ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ടൊന്നാണ്ട് കഴുകി എടുക്കണം. ഇനി പിന്നെ നമ്മളെ ക്യാമറക്ക് വെളിച്ചമൊക്കെ കുറയും കേട്ടോ. കാരണം വലിയ ക്ലിയറൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഫ്ലാഷിൻ്റെ ലൈറ്റൊക്കെ കെട്ട് പോവുകയാണ് ചെയ്യണത്. അതുകൊണ്ട് വലിയ നിറമൊന്നും കിട്ടില്ല. അപ്പോൾ അരിയൊക്കെ 2-3 പ്രാവശ്യമായിട്ടാണ്ട് കഴുകി എടുക്കണം. പിന്നെ വെള്ളത്തിലൊന്നും ഇട്ടെക്കണില്ല കേട്ടോ. കാരണം ഇത് കുക്കറിലിട്ടിട്ടല്ലേ വേവിച്ചെടുക്കുന്നത്. നമുക്ക് സാധാ ചെമ്പട്ടിയിലിട്ട് വേവിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ കിട്ടും. എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഏകദേശം ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് നേരെ ഒരു പാടായിക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ അങ്ങനെ മോള് ശല്യപ്പെടുത്തുമ്പോഴൊക്കെ പോയി നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നേരം വേകുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പപ്പടം പൊരിച്ചെടുക്കണം. അതുപോലെ സമ്മന്തി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കില്ല. അപ്പോൾ ഇനി ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ സവാള ഇല്ലാതെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ടുകൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ നല്ലൊരു രുചിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്, 10 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 50 ഗ്രാം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ ഈ കുക്കറിൻ്റെ കാലൊന്ന് പിടിച്ചേക്ക് അതിൻ്റെ കയ്യിൽ പോകുന്നിട്ടാ. അപ്പം ഇനി കുക്കറെ ഇറക്കി വെച്ചിങ്ങാണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രൂ ലൂസായിട്ട് പോണതാണ്. അപ്പോൾ അത് എപ്പോഴും ഉടുക്കലില്ലല്ലേ കുക്കർ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അഞ്ഞിന്ന് അതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ നെയ്യ്ക്ക് ഞാൻ 2 പട്ടയും അതുപോലെ 2-3 ഗ്രാമ്പും 2-3 ഏലക്കായും കൂടി ഫസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നിട്ടാ. നെയ്യിലൊന്ന് വഴണ്ടി വരുന്ന ടൈമിലാണ് സവാള ഇട്ടെടുത്തത്. സവാള വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ കേട്ടോ. ഞാനൊരു സവാള ഒന്നും ഇട്ടിട്ടില്ല, ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ ഈ പാത്രത്തിന് തന്നെ 2 പാത്രം വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം ഏറി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ആ അരിനെക്കാട്ടിയും ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളമൊക്കെ കുറച്ച് വെക്കണം. കാരണം അരി കഴുകിയിടുന്ന ടൈമിൽ അരിയിൽ വെള്ളമൊന്നും വേണ്ടട്ടോ. കാരണം ചോറ് വേവേറും. പിന്നെ ചോറ് വേവേറാതിരിക്കാൻ വിസിലടിച്ചാൽ അപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് വിസിലുണ്ട് ഊരിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്പട്ടി കണ്ട് കൊട്ടിയെടുത്താൽ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചോറുണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ നമ്മളെ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിരിക്കണം. ഒരു ചെറുനാരങ്ങൻ്റെ കഷ്ണമുണ്ട് പിഴിഞ്ഞെടുത്തിരിക്കണം കേട്ടോ. അത് നല്ല ചോറൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ നമ്മളെ ക്യാമറേൻ്റെ ഫ്ലാഷൊക്കെ കെട്ട് പോവുകയാണ് ഇട്ടത്. അപ്പം ഞാനിതാ ചോറ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തേക്ക് പാകമായിട്ടുള്ള ഉപ്പ് പോലെ ഒരു ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും ഈ വെള്ളത്തേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ അരി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഉപ്പൊക്കെ പാകം ഉണ്ടാകുന്ന നോക്കുക. നെയ്ച്ചോറാകുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് വേണം കേട്ടോ. അപ്പോഴാണ് ചോറിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഇത് കുക്കറൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെമ്പട്ടിയിൽ ചെയ്യാത്തത്. അപ്പോൾ നേരം വൈകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇനി ചോറും കറി ഞാനപ്പോൾ ഇതിനെന്താ ഒരു 2 വിസിലടുപ്പിച്ചിരിക്കണം കേട്ടോ. കാരണം ചിക്കൻ എളുപ്പം വേവണതല്ലേ, നല്ല വെന്തിട്ട് കണ്ട് അലിയും. അപ്പോൾ അതിന് 1 വിസിലടിച്ച് 2ാമത് വിസിലടിക്കുമ്പോൾ തന്നെ എളുപ്പമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല ചോറ് 1 വിസിലടിച്ച് കിട്ടതാ. ഇനി ബാക്കിയുള്ള വിസിൽ ഞാനൊന്ന് കളഞ്ഞിട്ട് ആ വിസിലൊന്നുണ്ട് ഊരിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ പപ്പടം കൂടി പൊരിക്കുകയാണ്. ചോറുക്കുള്ള ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് പപ്പടം പൊരിക്കുകയാണ്. കുറച്ച് സവാള ഒന്നാണ്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോർക്ക് നല്ലൊരു രുചിയാണല്ലേ ഈ സവാള മൂപ്പിച്ചിടുന്ന പറഞ്ഞാൽ. നല്ലൊരു നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ടൈമൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ഇടയില്ല കേട്ടോ. കാണാനൊരു ഭംഗിയാണ്, അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ. ഈ സവാള ഇങ്ങനെ മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ല സവാളൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിരിക്കണേ. നെയ്യിൽ വേണമെങ്കിലും ചെയ്യട്ടെ. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നെയ്ച്ചോറ് വെന്താലും 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ മുകളിൽ. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുപോലെ RKG വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ നല്ല വേവൊക്കെ നല്ല പാകമായിട്ട് വെള്ളമൊക്കെ നല്ല പാകമാണ് കേട്ടോ. നല്ല ഉതിർന്നെങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. എന്താണ് വേവേറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം ഏറാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.